വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് PCOS കണ്ടുവരുന്നത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പഠന സമ്മർദ്ദം, സ്ക്രീൻ അഡിക്ഷൻ, പിന്നെ ഫിസിക്കൽ എക്സസൈസുകളൊന്നും ഇല്ലാത്ത ജീവിതം, പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത്, പഞ്ചസാര അടങ്ങിയിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ, ക്രമരഹിതമായ ഉറക്കം, കൂടുതൽ സമയം സ്ക്രീനിലേക്ക് നോക്കി ഉടനെ ഉറങ്ങാൻ കിടക്കുകയും ഉറക്കം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് സിർക്കാഡിയൻ ഋതത്തെയും അതുപോലെ തന്നെ എൻഡോക്രൈൻ്റെ ആരോഗ്യത്തെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കുടിക്കുന്നതും കൂടുതലായിട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ഒക്കെ PCOSന്റെ നമ്മൾ അറിയാത്ത കാരണങ്ങളാണ്. പിന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയ ഒരു പഠന മേഖല, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഭയങ്കരമായ കോമ്പറ്റീഷനൊക്കെ നമ്മുടെ നോർമൽ ലൈഫിലെ സമ്മർദ്ദത്തിന്റെ നില വർദ്ധിപ്പിക്കുന്നു. ഇത് PCOSനെയൊക്കെ വല്ലാതെ ട്രിഗർ ചെയ്യുന്ന ഒന്നാണ്. പിന്നെ PCOS പോലെയുള്ള ഒരു രോഗം നമ്മുടെ പീരിയഡ്സിന്റെ റെഗുലാരിറ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റിയെ ഒക്കെ ബാധിക്കും എന്ന് മനസ്സിലാക്കാതെ അതിന് വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെയുള്ള ഒരു ജീവിതശൈലി ഒക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ കൂടുതലായിട്ട് PCOS കണ്ടുവരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ.